നിലമ്പൂരിലേക്ക് തന്നെ പോയാൽ പാർട്ടിയെ രാഹുൽ പല തവണകളിലായി പ്രതിസന്ധിയിലാക്കി എന്നുള്ളൊരു ആരോപണവും അതാണ് ഇപ്പം CPM സൈബർ ഇടങ്ങളിൽ കൂടുതലായിട്ട് വ്യാപിക്കുന്നതും പ്രചരിപ്പിക്കുന്നു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? CPM അല്ലേ പ്രചരിപ്പിക്കുന്നത്, കോൺഗ്രസ് അല്ലല്ലോ പറയുന്നത്. പാർട്ടിയെ ഞാൻ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് പാർട്ടിയല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ CPM എന്നെപ്പറ്റി നല്ലത് പറയാനുള്ള ഏതെങ്കിലും ഒരു കാര്യം CPM വേണ്ടി ഞാൻ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞത് ഒരു കാലത്തും, ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ, ഒരു കാലത്തും CPMന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ പാലക്കാട് വരുമ്പോൾ പാലക്കാട് CPMുമായിട്ടല്ല മത്സരം, BJP ആയിട്ടാണ് മത്സരം. വേണമെങ്കിൽ എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ആ അഡ്ജസ്റ്റ്മെൻറ്റ് എനിക്ക് വേണ്ട, ആ അഡ്ജസ്റ്റ്മെൻറ്റിന് ഞാൻ തയ്യാറുമല്ല. കാരണം ഈ നാട്ടിൽ BJP നടത്തുന്നത് പോലെ തന്നെ അപകടകരമായ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് CPM. അവരും എതിർക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഞാൻ അവരോട് മത്സരിക്കുന്നില്ല എന്ന് കരുതി അവരോട് മയപ്പെടേണ്ട കാര്യം എനിക്കില്ലല്ലോ. അതുകൊണ്ട് CPMന്റെ ഗുഡ് എൻട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ ദിവസം വരെ ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കുകയില്ല. ഇനി CPMന്റെ സൈബർ ഹാൻഡിലുകൾ അടക്കം എന്നെപ്പറ്റി നല്ലത് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം സമയമെടുത്ത് പിന്നെ അത്യാവശ്യം ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് എനിക്കെന്തോ കുഴപ്പമുണ്ടല്ലോ, എന്താ സംഭവിച്ചതെന്ന് ഓർത്ത് ഞാൻ തിരുത്തുകയും ചെയ്യും. ഞാൻ വളരെ കൃത്യമായി അത് നെഗറ്റീവ് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് 23-ാം തീയതി ബോധ്യപ്പെടുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ആ പാരിതോഷികം ജനങ്ങൾ തരുമെന്ന് പറഞ്ഞല്ലോ. ഇനി ആ വിഷയത്തിനകത്ത് തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഈ നിങ്ങൾ പാലക്കാട്ടെ മാധ്യമപ്രവർത്തകരായതുകൊണ്ടാണ് പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാൻ പോയപ്പോൾ എന്നെ ബ്ലാക്ക് ഷെയ്ഡിൽ നിർത്താൻ ശ്രമിച്ചല്ലോ. എന്താ എനിക്ക് നേരെ ഉന്നയിച്ച ആരോപണം? എന്നെ രാജ്യദ്രോഹി എന്ന് CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ചെറുപ്പക്കാരൻ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ എന്നെ കള്ളപ്പണക്കാരനായി ചിത്രീകരിക്കുവാനും എന്നെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു. ഞാനൊരു പരാതി SP-ക്ക് കൊടുത്തിട്ടുണ്ട്. ആ വിഷയത്തെപ്പറ്റി അന്വേഷിക്കണമെന്ന്. ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന വിവരം എന്താ? ഒരു FIR പോലും എടുക്കാതെ ആ വിഷയം അവസാനിപ്പിച്ചില്ലേ? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരാൾ ആ പശ്ചാത്തലത്തിൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. നിങ്ങളിൽ ചില മാധ്യമപ്രവർത്തകർക്ക് നേരിട്ട് ബോധ്യമുണ്ടല്ലോ എത്രമാത്രം ഹീനമായിരുന്നു ആ അറ്റാക്കെന്ന്. അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. പൂർത്തീകരിച്ചതിന് ശേഷം അങ്ങനെ ചോദിച്ച മറുപടി എത്ര ഹീനമായിട്ടാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോൾ മറ്റാർക്കും ഉണ്ടാകുന്നതിനേക്കാൾ ഒരു പൊടിക്ക് കൂടി ധാർമ്മിക രോഷം എനിക്ക് ഉണ്ടാവുമെന്ന് കൂട്ടിക്കും. അത് ഇമോഷണലാണ്. നമ്മളെല്ലാം ഇമോഷണൽ ബീങ്സ് ആണല്ലോ, മനുഷ്യന്മാരാണല്ലോ അടിസ്ഥാനപരമായി. എന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ നിർത്തി, എന്നെ ഡൂബിയസായി നിർത്തി, എന്നെ വേട്ടയാടാൻ ശ്രമിച്ച ഒരു പശ്ചാത്തലമുള്ള ഒരാളാണ്. വേറൊരാളെ പോലല്ല ഞാൻ. വേറൊരാളെ പോലുള്ളതെന്ന് മാത്രം കട്ട് ചെയ്ത് കൊടുക്കല്ലേ, എനിക്കെന്തോ പ്രത്യേകത ഉണ്ടെന്ന്. മറ്റൊരു സ്ഥാനാർത്ഥിക്കോ മറ്റൊരു പൊതുപ്രവർത്തകനോ ഇല്ലാത്ത രീതിയിൽ എന്നെ ഷെയ്ഡിയാക്കാൻ ശ്രമിച്ച ഒരു സിറ്റുവേഷൻ അതേ സ്ക്രിപ്റ്റ് തന്നെ വീണ്ടും നടക്കുമ്പോൾ നിങ്ങൾ ആ സീൻ കണ്ടവരല്ല. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെ വളരെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുക. എന്നെ നിങ്ങളിൽ പല ആളുകളും പോസിറ്റീവായും നെഗറ്റീവായും വിമർശിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ ഇപ്പോൾ ഹെൽമറ്റ് ചെക്കിങ് നടക്കാറുണ്ട്, അല്ലെങ്കിൽ വാഹന പരിശോധന നടക്കാറുണ്ട്. ആ വാഹന പരിശോധന നടക്കുമ്പോൾ നിങ്ങൾ ഇൻസൾട്ടിംഗ് ആയി ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറിയാൽ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്കൊരു ധാർമ്മിക രോഷം ഉണ്ടാകില്ല. നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണല്ലോ, നിങ്ങൾക്കൊരു ധാർമ്മിക രോഷം ഉണ്ടാകില്ല എന്നാണോ പറയുന്നത്? ഇൻസൾട്ടിനോട് നിങ്ങൾ കൺസെൻസസിൽ എത്തുമെന്നാണ് നിങ്ങൾ പറയുന്നത്. നമുക്ക് ധാർമ്മിക രോഷം ഉണ്ടാകും. ഇനി അതിനകത്ത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കതിനകത്ത് ഈഗോ ഒന്നുമില്ല, അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. പക്ഷേ ആ രംഗം അങ്ങേറ്റം ഇൻസൾട്ടിങ് ആയിരുന്നു. നിങ്ങളെന്താ എത്ര മാധ്യമപ്രവർത്തകർ വാർത്തയാക്കി, പിറ്റേ ദിവസം അതേ ഓഫീസർ തന്നെ പറഞ്ഞല്ലോ, പിന്നെ രാജൻ മിനിസ്റ്ററുടെ വാഹനമല്ലേ പോകുന്നതെന്ന് പറഞ്ഞപ്പം അത് തിരക്കായതുകൊണ്ടാണ് നോക്കാൻ ഞാൻ. ഈ ചെക്കിംഗ് എന്ന് പറയുന്ന മഹാമഹം നിങ്ങൾ പല മാധ്യമപ്രവർത്തകരും കാണിച്ചല്ലോ. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ജനപ്രതിനിധികളുടെ ചെക്കിങ് ഞങ്ങളിത് പറഞ്ഞതിന് ശേഷം, ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷമല്ലേ ഈ പറയുന്ന ചെക്കിംഗ് ഉണ്ടായത്. ഇനി ചെക്കിങ്ങിനെ പറ്റി അല്ലല്ലോ പറയുന്നത്. ചെക്കിങ്ങിനെ പറ്റി ആർക്കാ പരാതി? ഇന്നലെയും എൻ്റെ വാഹനം പരിശോധിച്ചല്ലോ, ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞോ? വാഹന പരിശോധനയല്ല പ്രശ്നം. വാഹന പരിശോധനയോ റെയ്ഡോ അത്തരത്തിൽ അന്വേഷണമോ ഏതെങ്കിലും അന്വേഷണത്തോട് നമ്മൾ സഹകരിക്കാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും അന്വേഷണത്തോട്? എല്ലാ അന്വേഷണങ്ങളോട് സഹകരിക്കും. പക്ഷേ ഇൻസൾട്ട് കൂടി സഹിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.